സാമ്പത്തികമില്ല, മനുഷ്യാധ്വാനം ഞങ്ങൾ ചെയ്തു തരാം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇറങ്ങിയിരുന്നു. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച തീരുമാനിച്ചപ്പോഴാണ് മറ്റേ ഇവിടുത്തെ ഭരണ സംവിധാനത്തിലുള്ള ആളുകൾ അങ്ങനെ ചെയ്യേണ്ട, ഞങ്ങൾ ഫണ്ട് ഉടനെ പാസ്സാക്കി തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ പ്രവൃത്തി അന്ന് ഞായറാഴ്ച നിർത്തി. പിന്നീട് അവർ ഇട്ടേച്ച് പോയൊരവസ്ഥ ഉണ്ടായി. അപ്പോഴാണ് വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും ആ ഒരു പ്രതിഷേധം തന്നെയാണ് ഇവിടെ രൂപപ്പെട്ടത്. മലപ്പുറം തിരൂരങ്ങാടിയിൽ വെള്ളിലക്കാട് എന്ന് പറയുന്ന പ്രദേശത്താണ് നമ്മൾ ഇവിടെ ഉള്ളത്. ഈ തിരൂരങ്ങാടി കടലുണ്ടി പുഴയിൽ വ്യാപകമായി മണ്ണിടിച്ചിലുണ്ടാകുന്ന വാർത്ത നേരത്തെ മീഡിയ വൺ നൽകിയിരുന്നു. ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ വലിയ തരത്തിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഉള്ളത് വെള്ളിലക്കാട് എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇവിടെ ഒരു വീടിൻ്റെ ഏതാണ്ട് തറയോടടുത്താണ് മണ്ണിടിഞ്ഞ് പുഴയിലേക്ക് പോകാൻ പോയിരുന്ന ഒരു സംഭവം ഉണ്ടായത്. ഇതേക്കുറിച്ച് നമ്മൾ മീഡിയ വൺ വാർത്ത നൽകിയിരുന്നു. വാർത്ത ശ്രദ്ധയിൽപ്പെടുന്നതിനെ തുടർന്ന് അധികാരികൾ ഇതിൽ ഇടപെടുകയും വേണ്ട നടപടികൾ സ്വീകരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. നഗരസഭ ഏതാണ്ട് 5 ലക്ഷത്തോളം രൂപ താൽക്കാലിക ഫണ്ട് എന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ആയി വരണമെങ്കിൽ ഒത്തിരി സമയമെടുക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ ഈ വീടിൻ്റെ ഒരു അവസ്ഥ നമുക്ക് ദൃശ്യങ്ങളിൽ മനസ്സിലാക്കാം. പുഴയോട് ചേർന്നാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ഒരു അപകട ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഈ വാർത്തയൊക്കെ പുറത്തു വന്നതോടുകൂടി ഈ പ്രദേശത്തെ ആളുകൾ എല്ലാ വിഭാഗം ആളുകളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇവിടെ ഒരു താൽക്കാലിക ബണ്ട് നിർമ്മിക്കുകയാണ്. ഈ ഫണ്ടുകളൊക്കെ വന്ന് വരുമ്പോൾ ഒരു സ്ഥിരമായിട്ടുള്ളൊരു ബണ്ട് നിർമ്മിക്കാം എന്നുള്ളതുണ്ട്. പക്ഷേ അതുവരെ താൽക്കാലികമായ ഒരു ബണ്ട് നിർമ്മിക്കുക എന്ന രീതിയിൽ ഇവിടുത്തെ നാട്ടുകാർ, തിരൂരങ്ങാടിയിലെ വിവിധ നാട്ടുകാരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും ഒക്കെ നേതൃത്വത്തിൽ ഏതാണ്ട് 100 കണക്കിന് വരുന്ന പ്രവർത്തകർ ഇന്നിപ്പോൾ ഇവിടെ താൽക്കാലികമായി ബണ്ട് നിർമ്മിക്കുകയാണ്. എംസാൻഡ് ചാക്കിൽ നിറച്ചുകൊണ്ടാണ് ബണ്ട് നിർമ്മിക്കുന്നത്. ഈ ഭാഗം എന്ന് പറയുന്ന ഈ പ്രദേശത്തേക്കുള്ള വഴി കൂടിയാണ്. ഈ വഴിയെല്ലാം അടക്കം ആണ് ഈ പുഴയിലേക്ക് ഇടിഞ്ഞു വീണിട്ടുള്ളത്. ഇതൊക്കെ തന്നെ താൽക്കാലികമായി ബണ്ട് നിർമ്മിച്ചുകൊണ്ട് ഈ വഴി പുനഃസ്ഥാപിക്കാനുള്ള ഒരു ശ്രമമാണ്. ഈ വീട് നിൽക്കുന്നത് ഈ പുഴയോട് ചാരിയിട്ടാണ്. അതായത് ഏത് നിമിഷവും ഈ പുഴയിലേക്ക് വീഴാവുന്ന ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഒരു അപകട ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യത്തിലാണ്. ഇതേക്കുറിച്ചൊക്കെ നമ്മൾ നമ്മളെ വാർത്ത ശ്രദ്ധയിൽപ്പെടുന്നതോടുകൂടിയാണ് നാട്ടുകാർ ഇതിൽ ഒരു ഇടപെടുന്നതും ഇത്ര വേഗത്തിൽ ഒരു താൽക്കാലിക ബണ്ട് നിർമ്മിക്കാമെന്ന ഒരു കാര്യത്തിലേക്ക് നാട്ടുകാർ എത്തുന്നത്. ഇപ്പോൾ ഈ പരിസരത്തെ ആളുകളുടെ നേതൃത്വത്തിലാണ് ഈ താൽക്കാലിക ബണ്ട് നിർമ്മിക്കുന്ന നാട്ടുകാർ നമ്മോടൊപ്പം ചേരുകയാണ്. ഇപ്പം താൽക്കാലികമായിട്ടുള്ളൊരു ബണ്ട് നിർമ്മാണമാണല്ലേ? ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ളൊരു ബണ്ട് നിർമ്മാണമാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി ഇത് മുനിസിപ്പാലിറ്റിൻ്റെയും മറ്റുള്ള നിലയിലുള്ള എല്ലാ സപ്പോർട്ടുകളും നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും, വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനുള്ള ഫണ്ടുകൾ വരുന്നതോടുകൂടി നമ്മൾ എന്ത് ചെയ്യും, അത് ഫോളോ അപ്പ് ചെയ്തിട്ട് മുന്നോട്ട് പോകും. ഇപ്പോൾ ചെയ്യുന്നത് നാട്ടുകാരൊന്നായിട്ട് കൂടിയിട്ട് പിരിപ്പിച്ചെടുത്തിട്ട് ചാരിറ്റി സംഘടനകൾ എല്ലാവരോടും ഒരുമിച്ച് കൂടിയിട്ട് നിന്നിട്ടുള്ള ഒരു സംവിധാനത്തോടു കൂടിയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത് പൂർത്തീകരിച്ച് ഇന്നത്തോടു കൂടി നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന ഒരു 20 മീറ്ററോളം നമ്മൾ നീളത്തിലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അത്രയും സ്ഥലം നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇതേപോലെ മണൽച്ചാക്ക് ചെയ്തിട്ട് അത് തിട്ടായിട്ട് കെട്ടിയിട്ട് അതിനൊരു അവസാനം ആ ഒരു ലെവലിൽ പൊക്കിയിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തുള്ള ഒരു സ്റ്റെപ്പായിട്ട് നമ്മൾ മുനിസിപ്പാലിറ്റിൻ്റെയും മറ്റുള്ളതും എല്ലാ നിലയിലുള്ള ഫണ്ടുകളും നമുക്ക് കളക്ടറേറ്റിൽ നിന്നുള്ള മറ്റുള്ള ഉത്തരവും മറ്റുള്ളതൊക്കെ വന്നതിൻ്റെ ശേഷം അതേറ്റ് മുന്നോട്ട് പോകും. എന്ന് മാത്രമല്ല, ഇതിനോടനുബന്ധിച്ച് ഈ വെള്ളിലക്കാട് പ്രദേശത്ത് ഇത് മാത്രമൊന്നുമല്ല, പല സ്ഥലങ്ങളിലും ഇതേപോലുള്ള അവസ്ഥ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ജനങ്ങൾ ഒന്നായിട്ട് കൂടിയിട്ട്, തിരുരങ്ങാടിക്കാരായ ജനങ്ങൾ മൊത്തത്തിൽ കൂടിയിട്ട്, അതിൽ ജാതി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെയും കൂടിയിട്ടാണ് ഈ പരിപാടിക്ക് മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ ഉറച്ചൊരു തീരുമാനം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു സംഘടന എന്നുള്ള ഒരു ലെവൽ ഇതിൽ വരുന്നില്ല. രാഷ്ട്രീയ സംഘടനകളോ മറ്റുള്ളതൊന്നുമില്ല. എല്ലാ രാഷ്ട്രീയ സംഘടനകളും ഇതിലെന്ത് ഭാഗവാക്കാകുന്നുണ്ട്. അതിൽ പിന്നെ ഇവരത് നമ്മൾ പറയാനുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്, അതിൽ പറയാതിരിക്കാൻ പറ്റില്ല. ഇത് വളണ്ടിയർ വിങ് ആണ്. ഇവരെ ഈ വളണ്ടിയർ വിങ്ങിൻ്റെ സപ്പോർട്ടേഴ്സായിട്ടാണ് നമ്മളെല്ലാം ഇവിടെ എത്തിയിട്ടുള്ളത്. അതിൽ എല്ലാ സംഘടനകളും നാട്ടുകാരും പിന്നെ സംഘടനയിൽ പ്രവർത്തിക്കാത്തവരും പ്രവർത്തിക്കുന്നവരും എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ അതുമായി മുന്നോട്ട് പോകും. എല്ലാവരും കൂടി ഒരുമിച്ചുള്ള ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ ആണ് മുന്നോട്ട് പോകുന്നത്. അതെ, തീർച്ചയായിട്ടും ഒരുമിച്ചുള്ള കൂട്ടായ്മയാണ്. അങ്ങനെയാണെങ്കിൽ വിജയിക്കുള്ളല്ലോ. അപ്പോൾ ഒരു വിഭാഗത്തിന് മാത്രം ചെയ്തു തീർക്കാൻ സാധിക്കില്ല. ഇത് ആദ്യം ഒരു 3 വീട്ടുകാരെ പ്രഥമ ആവശ്യമായിട്ടാണ് അവർ ഭരണകൂടത്തിൻ്റെ വാതിലിലൊക്കെ മുട്ടി നടക്കുകയായിരുന്നു. അപ്പോൾ അവർ വന്ന് മുനിസിപ്പൽ ചെയർമാൻ 2-3 പ്രാവശ്യം വന്ന് നോക്കിയിട്ടുണ്ട്. MLAൻ്റെതായ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. പേപ്പർ വർക്കുകളൊക്കെ ഏകദേശം നീങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് എത്താനുള്ള താമസം കണ്ടപ്പോഴാണ് നാട്ടുകാരിങ്ങനെ ഒരു കൂട്ടായ്മ രൂപീകരിച്ച് മുന്നോട്ട് പോയതും ഈ വർക്ക് കൂടെ നടക്കുന്നതും. അപ്പോൾ അതിൽ പ്രഥമ പരിഗണന നമ്മൾ കൊടുക്കേണ്ടത് തിരുരങ്ങാടിയിലെ യൂണിറ്റി ഫൗണ്ടേഷൻ
യൂണിറ്റി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു ചാരിറ്റി സംഘടന ദുരന്ത നിവാരണ സമിതി എന്നൊരു വാട്സപ്പ് ഗ്രൂപ്പ് നിർമ്മിച്ചുകൊണ്ട് ഈ വീട്ടുകാരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അതിലേക്ക് പിന്നെ ഞങ്ങൾ തിരുവങ്ങാടി സ്പോർട്സ് അക്കാഡമി, അതേപോലെ തന്നെ മെക്സവന്, അതേപോലെ തന്നെ STPയുടെ വിഭാഗം, ഇവരെല്ലാവരും കൂടി ഇതിലേക്ക് വന്നു. ഒത്തുചേർന്നതിൻ്റെ ഫലമായിട്ട് താൽക്കാലികമായ ബണ്ട് നിർമ്മിച്ചിരിക്കുകയാണ്. ഇത് തിരുവങ്ങാടിയിലെ എല്ലാവരുടെയും നാട്ടുകാരുടെ ഒരു കൂട്ടായ്മ ഇതിലൂടെ ബിൽഡപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് മഴയൊന്നുമില്ല, ഉച്ചയോട് കൂടിയിട്ട് ഈ പണി പൂർത്തിയാവും. സമാനമായ പ്രശ്നങ്ങൾ ഈ ഭാഗത്ത് ഉള്ളപ്പാട് ഭാഗത്ത് പ്രത്യേകിച്ച് നമ്മളെ റാബിയ പത്മശ്രീ ലഭിച്ച ആ സമയത്ത് റവന്യൂ മന്ത്രി വന്നിട്ട് 1 മാസത്തിനുള്ളിൽ ഇതിൻ്റെ ഫയലെല്ലാം ഓപ്പൺ ചെയ്തിട്ട് വർക്കുകൾ തുടങ്ങുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതൊന്നും നടന്നു കണ്ടില്ല. അപ്പോൾ ഏതായാലും മുനിസിപ്പാലിറ്റീൻ്റെ ഫണ്ട് ഏകദേശം ധാരണയായിട്ടുണ്ട്. അതേപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് MLAക്ക് അനുകൂലമായ പിന്നെ ലെറ്റർ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇറിഗേഷൻ വകുപ്പിലേക്ക് തഹസിൽദാരുടെ ഈ വർക്ക് ചെയ്യാനുള്ള അനുമതി പത്രം ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ ആ ഒരു നിലക്കാണ് ഇതിന്മേൽ നമ്മൾ വർക്കുകൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വെളിനക്കാട് എന്ന് പറഞ്ഞത് ഒരു റൗണ്ടാണ്, ഒരു U ടൈപ്പിലാണ്, ഒരു ഐലൻഡാണ്. അപ്പോൾ എല്ലാ ഭാഗത്തും ഇതുപോലെയുള്ള തടയണങ്ങൾ നിർമ്മിച്ചെങ്കിലേ ഇവിടെ പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കപ്പെടുള്ളൂ. മുമ്പുണ്ടായിരുന്ന കാലത്ത് ഇത്രയും വീടുകളോ മറ്റുള്ളതോ ജനസാന്ദ്രത കുറവായിരുന്ന സ്ഥലമായിരുന്നു. ഇപ്പോൾ ജനസാന്ദ്രത കൂടി. അപ്പോൾ എല്ലായിടത്തും വീടുകളും ഇതൊക്കെ വന്നപ്പോൾ അവിടെയൊക്കെ ബണ്ടുകൾ വളരെ അത്യാവശ്യമായി വന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഇവിടെയുള്ള ഈ ജനങ്ങൾ മൊത്തത്തിലുള്ള ഈ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും വരുന്ന കാലഘട്ടത്തിൽ വല്ല സമ്മർദ്ദം രാഷ്ട്രീയക്കാരുടെ ഇടയിലും മറ്റുള്ള ആളുകൾക്കിടയിലൊക്കെ സമ്മർദ്ദം ചെലുത്തി ഈ ചുറ്റുഭാഗവും കൃത്യമായ ബണ്ട് നിർമ്മിച്ച് ഇവിടെയുള്ള ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, തീർച്ചയായിട്ടും ഈ നിരവധി ആളുകൾ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇപ്പം രാവിലെ മുതൽ തുടങ്ങിയതല്ലേ? രാവിലെ 7 മണി മുതൽ ഇത് ഞങ്ങൾ ഏകദേശം ഇവർ പറഞ്ഞതിൻ്റെ മറുഭാഗമുണ്ട്. അതായത് ഒരു 2 ആഴ്ച മുന്നേ ഇത് കൂടുതൽ മണ്ണിടിയുന്ന ഒരു അവസ്ഥയായിരുന്നു. മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു അടിസ്ഥാനത്തിലാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ പോലെ തന്നെ STPയുടെ ജില്ലാ നേതാക്കന്മാർ ഇവിടെ സന്ദർശിച്ചു. അപ്പോൾ ആ സന്ദർശിച്ച സമയത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് STP വെൽഫെയർ പാർട്ടി പോലുള്ള സംഘടനകൾ ഇത്തരത്തിലുള്ള ദൗത്യങ്ങൾ ഏറ്റെടുക്കുന്നതിൽ ഒരു പ്രത്യേക താല്പര്യങ്ങൾ കാണിക്കാറ്. അപ്പോൾ ആ ഒരു താല്പര്യം ഞങ്ങൾ പ്രകടിപ്പിച്ച് ഞങ്ങൾ കെട്ടിത്തരാം എന്ന് പറഞ്ഞപ്പോൾ യൂണിറ്റി ചാരിറ്റബിൾ അതുപോലെ തന്നെ TSAൻ്റെ പ്രവർത്തകർ അതിന് വേണ്ട എല്ലാ സാമ്പത്തിക സഹായം ഞങ്ങൾ തരാം. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളടുത്ത് സാമ്പത്തികമില്ല, മനുഷ്യധ്വാനം ഞങ്ങൾ ചെയ്തു തരാം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇറങ്ങിയിരുന്നു. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച തീരുമാനിച്ചപ്പോഴാണ് ഇവിടുത്തെ ഭരണ സംവിധാനത്തിലുള്ള ആളുകൾ അങ്ങനെ ചെയ്യേണ്ട, ഞങ്ങൾ ഫണ്ട് ഉടനെ പാസ്സാക്കി തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ പ്രവൃത്തി അന്ന് ഞായറാഴ്ച നിർത്തി. പിന്നീട് അവർ ഇട്ടേച്ച് പോയൊരവസ്ഥ ഉണ്ടായി. അപ്പോഴാണ് വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും ആ ഒരു പ്രതിഷേധം തന്നെയാണ് ഇവിടെ രൂപപ്പെട്ടത്. കാരണം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ചുവപ്പ് നാടയിലാണ് കുടുങ്ങിക്കിടക്കുന്നത്. ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചു കഴിഞ്ഞാലും ഏത് ഫണ്ട് വന്നു കഴിഞ്ഞാലും ഉദ്യോഗസ്ഥന്മാരുടെ താല്പര്യത്തിനനുസരിച്ചാണ് നീങ്ങുക. ഇത് ഇപ്പോൾ നമ്മൾ അറിയില്ല, കർണാടകയിൽ നടന്ന ഒരു ദുരന്തം നമ്മുടെ മുന്നിലുണ്ട്. ഇത് അത്തരത്തിലൊരു ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഗവൺമെൻറ് തലത്തിൽ ഭരണാധികാരികൾ ഉണർന്ന് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ജനങ്ങൾ നിസ്സായരായി നോക്കി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള നിസ്സായതയുടെ മുന്നിലാണ് ഞങ്ങൾ പ്രതിഷേധമായിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ കൂട്ടായ്മ രൂപപ്പെട്ടതും ഞങ്ങൾ ഒന്നിച്ച് ഇതിനുവേണ്ടി രംഗത്തിറങ്ങി. തീർച്ചയായിട്ടും ഇത് വലിയൊരു ദുരന്തമായി മാറുന്നതിന് മുൻപ് അധികൃതർ ഇടപെടണം അടക്കമുള്ള കാര്യങ്ങൾ നമ്മളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. വാർത്ത പുറത്തു വന്നതിന് ശേഷം അധികൃതർ വന്ന് തലസ്ഥാന ഉൾപ്പെടെയുള്ളവർ ഇവിടെ വന്ന് പരിശോധിക്കുകയും വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇറിഗേഷൻ വകുപ്പ് എസ്റ്റിമേറ്റ് ഇട്ടിട്ടെന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും അതിനൊക്കെ കാലതാമസം എടുക്കും. കാരണം അത് സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണമെങ്കിൽ കാലതാമസം എടുക്കും. പക്ഷേ ഈ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സുരക്ഷിതമായ സംവിധാനം ഒരുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ നാടൊന്നാകെ ഈ പ്രവർത്തകരെല്ലാവരും ചേർന്ന് ഈ നാട്ടുകാരെല്ലാവരും ചേർന്ന് ഇത്തരത്തിലുള്ള ഒരു താൽക്കാലിക ബണ്ട് നിർമ്മിക്കുന്നത് എന്നുള്ളതാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഒരു ദുരന്തം വന്നതിന് ശേഷം നമ്മൾ വിലപിച്ചിട്ട് കാര്യമില്ല. ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകളാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ തിരൂരങ്ങാടിയിലെ ഈ നാട്ടുകാർ ഒരുമിച്ച് നിന്നുകൊണ്ട് അവർ കയ്യും മയ്യും മറന്നുകൊണ്ട് തന്നെയാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നുള്ളത് പറയേണ്ടിയിരിക്കുന്നു. തിരൂരങ്ങാടിയിൽ നിന്ന് ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ജംഷീർ കുടിഞ്ഞി, മീഡിയ 1.